ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ക്ലീനിങ് വീഡിയോ ആണ്. നമ്മൾ നേരത്തെ 2 വീഡിയോസിലും കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. 20 മോർ ക്ലീനിങ് ട്രിക്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡെയിലി എസെൻഷ്യൽസിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ക്ലീനിങ് ബാസ്ക്കറ്റിൽ എടുത്തു വയ്ക്കുക. അതായത് വൈപ്സ്, മൈക്രോ ഫൈബർ ക്ലോത്ത്, ഡസ്റ്റേഴ്സ്, മൾട്ടിപർപ്പസ് സ്പ്രേ, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് എടുത്ത് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഓരോ റൂമിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റും കൊണ്ട് പോയാൽ മതി. അപ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ നീട്ടി വെക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ക്ലീനിങ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പിന്നെ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിനാണെങ്കിലും ക്ലീനിങ് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ടും അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീൻ ചെയ്യുക. ഇതിനെ പറ്റിയിട്ടൊരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ വരുന്ന സമയമെല്ലാം നമുക്ക് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം. കൗണ്ടർ ടോപ്സ് ആണെങ്കിലും പാത്രങ്ങൾ കഴുകാനാണെങ്കിലും പിന്നെ എന്തെങ്കിലും തെറിച്ചതൊക്കെ നമ്മൾ തുടച്ചെടുക്കാനാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് മെസ്സി ആവാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ മീൽസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കഴിയുന്നത് ഇങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യുക. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ കിച്ചൺ നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിന് ഡെഡിക്കേറ്റഡ് ക്ലീനിങ് ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളിങ്ങനെ ചെറുതായി ചെയ്തു പോകുമ്പോൾ ഒരുപാട് സമയം പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു ചെറിയ ചൂല് നമ്മുടെ കിച്ചൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഹൈ ട്രാഫിക് ഏരിയാസിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വെച്ചേക്കുക. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വീണെടുക്കുന്നതോ എന്തെങ്കിലും അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഒരുപാട് ഡേർട്ട് വന്ന് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ കുറേയും കൂടി നമുക്ക് എഫേർട്ട്ലെസ്ലി ക്ലീനിങ് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ട്രിക്കാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാലും തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ 2 ബക്കറ്റ് യൂസ് ചെയ്യുക. ഒരെണ്ണം ക്ലീൻ വാട്ടറിനും ഒരെണ്ണം അഴുക്ക് വെള്ളത്തിനും. ഇത് പണ്ടൊക്കെ ചിലർ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷെ അത് കുറച്ച് എഫേർട്ട് കൂടുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും വെള്ളം മാറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ചിലരിത് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി അഴുക്കെടുത്തിട്ട് ആ വെള്ളത്തിലിട്ട് പിന്നെയും നമ്മൾ ആ വെള്ളത്തിൽ മുക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ചെറിയ ഏരിയാസിൽ അപ്ഹോൾസ്റ്ററി, കുഷൻസ്, ലാംപ് ഷെയ്ഡ്സ്, ഇവിടെയൊക്കെ കുഞ്ഞ് ലിൻ റോളർ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് മുടി, ഡസ്റ്റ്, ക്രംസ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വലിയ ലോങ് സെഷൻസിന് വേണ്ടിയിട്ട് ചെറിയ സ്പോട്സ് ഒക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുമല്ലോ ഈ ലിൻ റോളേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അത് ഈസിയാണ്, പോർട്ടബിളാണ്, സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്വിക്ക് ക്ലീനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ബെഡ് മേക്ക് ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്, ഒരു നല്ലൊരു ബെഡ് മേക്കിംഗ് ചെയ്താൽ റൂം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. വിഷ്വൽ ക്ലട്ടർ കുറയുകയും ചെയ്യും. ഒരു നല്ലൊരു ടൈഡി അപ്പിയറൻസ് ഉണ്ടാവും ബാക്കി എല്ലാ ടാസ്കുകൾ പെൻഡിങ് ആണെങ്കിലും. അപ്പോൾ ഈ ഒരു ഒറ്റ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സർഫസസൊക്കെ നമ്മൾ ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മിനിമം ആയിട്ടുള്ള ഡെക്കറേറ്റീവ് പീസസ് വെക്കുക. പിന്നെ പേപ്പേഴ്സ്, അതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ക്ലട്ടേർഡ് ലുക്ക് വരും. കുറച്ച് സാധനങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്, വൈപ്പ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. പിന്നെ സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു സർഫസ് ആണെങ്കിൽ നല്ല ക്ലീൻ ലുക്ക് ഉണ്ടാവും. അതുപോലെ സ്പീഡ് ക്ലീനിങ് നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ സ്പേസ് ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ബാത്റൂമിലെ ഷവർ ക്ലീനർ ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പിൻ്റെയൊക്കെ ആ ഒരു പാടുകളും ബിൽഡപ്പും ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നീട് നമുക്ക് ഡീപ്പ് സ്ക്രബിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഷവർ ക്ലീനർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബാത്റൂം കുറേയും കൂടി നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇൻറ്റൻസീവായിട്ട് ക്ലീൻ സെഷൻ വരുന്നത് നമുക്ക് കുറയ്ക്കാനും പറ്റും. പിന്നെ
സ്പ്രേ ബോട്ടിൽ വരുന്ന ടൈപ്പ് മോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് തന്നെ സ്പ്രേയും ചെയ്യാം, മോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ബക്കറ്റിലേക്ക് എപ്പോഴും പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ക്വിക്കായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ സ്പീഡ് ക്ലീനിങ് കുറേയും കൂടി ഈസി ആവും. പിന്നെ നമുക്ക് വിൻഡോസൊക്കെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. നനഞ്ഞ ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഒരു മൾട്ടിപർപ്പസ് ക്ലീനറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് പാടുകളില്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നല്ല ഫാസ്റ്റുമാണ്. പിന്നെ ടവലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല എഫിഷ്യൻറ്റുമാണ്. അപ്പോൾ വിൻഡോസ് നല്ല ക്ലീൻ ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ വീടിൻ്റെ അപ്പിയറൻസ് നല്ല ഇമ്പ്രൂവ് ആവും. പിന്നെ ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിളും ആണല്ലോ. പിന്നെ നമ്മൾ ഡസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് സീലിംഗ് ഫാന്, ലൈറ്റ്, മുകളിലുള്ള ഷെൽഫ് ഇതെല്ലാം നമുക്ക് പൊടി തട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും, പെട്ടെന്ന് എത്തുകയും ചെയ്യും. പിന്നെ അത് നമുക്ക് കൂടുതൽ നല്ല പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യാം, നല്ലൊരു ക്ലീനിങ് സെഷൻ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഡസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരു സോൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ലൈക്ക് വലിയ റൂമൊക്കെ ആണെങ്കിൽ അതിനെ കുഞ്ഞു കുഞ്ഞു സോൺസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത സോണിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാവുകയും ചെയ്യും, ഫോക്കസ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ സോൺ ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, റിപ്പീറ്റഡ് എഫേർട്ട് വരാതെ. അപ്പോൾ നമ്മൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എഫിഷ്യൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഡീഗ്രീസേഴ്സ് യൂസ് ചെയ്യുക. ഒരുപാട് ഗ്രീസ് പോലെ പറ്റുമല്ലോ ഓവൻസിലും സ്റ്റൗവിലും ഒക്കെ. അപ്പോൾ അതിന് ഡീഗ്രീസേഴ്സ് എന്ന് പറയുന്ന സംഭവം കിട്ടും. അത് നമുക്ക് സ്ക്രബിങ് ടൈം കുറയ്ക്കും. പിന്നെ അത് നമ്മൾ സ്പ്രേ ചെയ്തിട്ടാൽ തന്നെ അത് താനെ കുറേയൊക്കെ എല്ലാം ഇളകി പോന്നോളും, അതിൻ്റെ കെമിക്കൽ ആക്ഷൻ കാരണം. അപ്പം നമ്മുടെ മാനുവൽ എഫേർട്ട് കുറയും. പിന്നെ നമുക്ക് നല്ല സ്പീഡ് ക്ലീനിങ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നേരത്തെ തന്നെ പെറ്റ്സിൻ്റെ ഏരിയ ഒക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ക്ലീൻ ചെയ്ത് വെക്കുക, ഫ്രീക്വൻ്റ്ലി ചെയ്യുക. ബാക്കി ഏരിയാസ് ചെയ്യുന്നതിനും മുന്നേ പെറ്റ്സിൻ്റെ ഏരിയാസ് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ആ അഴുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പെറ്റ് സോൺസ് നമുക്ക് കുറച്ചൊരു ഫ്രസ്ട്രേറ്റിംഗ് ആണ് അതിൻ്റെ ക്ലീനിങ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് സ്പെസിഫിക് ആയിട്ടൊരു റുട്ടീൻ സെറ്റ് ചെയ്യുക. പിന്നെ ലോണ്ട്രി സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യുക. അത് നല്ല എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓരോ ലോണ്ട്രി പലതരത്തിലുള്ള കളേർഡ്, വൈറ്റ്, അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ തരംതിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ക്ലീനിങ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. സാധനങ്ങൾ കുറച്ചധികം ഉണ്ടാവും, പക്ഷേ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോണിക്സ് തുടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നല്ലപോലെ ഡസ്റ്റ് വലിച്ചെടുക്കും, അധികം ഡാമേജ് വരുത്തില്ല. ഒരുപാട് ഒരയൊന്നും വരാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ എല്ലാ ക്ലീനിങ് പ്രോഡക്ട്സും നമ്മൾ കാണുന്ന രീതിയിൽ എടുത്ത് വെക്കുക. സ്പ്രേസ്, ക്ലോത്ത്സ്, ബ്രഷസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് സ്ട്രാറ്റജിക്കലി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ നമ്മുടെ റുട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകും. പിന്നെ നമുക്ക് തിരിച്ച് കൊണ്ടുവരേണ്ട ഐറ്റംസ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യുക. നമ്മളെവിടേക്കെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ, അപ്പം നമ്മളൊരു ബാസ്ക്കറ്റിലാക്കി കൊണ്ടുപോയാൽ ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തിരിച്ച് ബാസ്ക്കറ്റിലോട്ട് ആക്കാം. അപ്പോൾ അവിടെ ഇവിടെ ഇട്ട് പോരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നല്ലൊരു ടൈം സേവിങ് ടെക്നിക്കാണ്. സോ ഇന്ന് കുറച്ചധികം ടിപ്സ് നമ്മൾ ഷെയർ ചെയ്തു. അപ്പം ഒരുവിധം നമ്മൾ ഒത്തിരി ക്ലീനിങ് ടെക്നിക്സ് ഈ 3 വീഡിയോസിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.